ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനൂസ് റെസിപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. തീർച്ചയായും അവർക്കും ഇഷ്ടാവും, നമ്മളും ഹാപ്പി. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു പകുതി വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു മുറി ക്യാരറ്റും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 2-3 തണ്ട് മല്ലിയില ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളകും കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ മോൻക്കും കൂടെ കഴിക്കാനുള്ളതാവുകൊണ്ട് ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് എന്തായാലും ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു 2 കോഴിമുട്ടയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ പൊട്ടിച്ച് കൊടുക്കുന്നത്. ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഞാനൊരു 4 ബ്രെഡിനുള്ള കണക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു 3-4 കോഴിമുട്ടയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അധികം ബ്രെഡ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതും കൂടെ ആ മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ള 4 ബ്രെഡും ഇതുപോലെ ത്രികോണം ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരികൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് അടുത്തതായിട്ട് അടുപ്പത്തേക്ക് ഞാനിതുപോലെ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും ആവാം. പിന്നെ കുറച്ച് എണ്ണ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കോഴിമുട്ട മിക്സിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഞാൻ പട്ടിഷോക്ക് ഫോർക്കൊക്കെ വെച്ചിട്ട് ചെയ്യാൻ നോക്കി, പക്ഷേ അമ്മക്കൊന്നും അത് സെറ്റാവില്ല. നമുക്ക് നമ്മളെ കൈ കൊണ്ടൊക്കെ ചെയ്തിട്ടല്ലേ ശീലമുള്ളൂ. അപ്പോൾ എന്തായാലും അത് അവിടെ ഒഴിവാക്കി നമ്മളെ കൈ കൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് എല്ലാതും ഇതുപോലെ ഒന്ന് മുട്ടയുടെ മിക്സിയിൽ മുക്കി അതുപോലെ പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നമുക്കിതിലേക്ക് ക്യാരറ്റൊന്നും മാത്രമല്ല തന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാബേജ് അതുപോലെ ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തതിന് കുറച്ച് വെജിറ്റബിൾസൊക്കെ അവരുടെ വയറ്റിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കടി എന്നുള്ള രീതിയിൽ ചായക്ക് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ നമുക്ക് ഒരു സൈഡ് തന്നെ വെന്ത് കിട്ടാൻ അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ. കോഴിമുട്ട ഒക്കെ ആവുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുന്ന ഐറ്റം ആവുകൊണ്ട് തന്നെ ഒരു 10-20 സെക്കൻഡൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു 20 സെക്കൻഡ് വരെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ചട്ടകം വെച്ചിട്ട് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിഡിലൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത്ര ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിനി ടൊമാറ്റോ കെച്ചപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പക്കവടക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ചട്നി കൊണ്ടോ ഒക്കെ കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ. തീർച്ചയായും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ, സീ യു.